മക്കളെ, നിങ്ങളുടെ ഒരു അവസ്ഥ ഞാനിപ്പോൾ പറഞ്ഞുതരാം. അത് ഏതാണ്ട് ഇതുപോലെയാണ്. നിങ്ങളൊരു കിണറ്റിൽ വീണു. ആക്ച്വലി വീണു എന്ന് വിചാരിക്കാം. ആ കിണറ്റിൻ്റെ പ്രത്യേകത, വെള്ളം ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കും. ഒരു പ്രത്യേക തരം കിണറാണ്. വെള്ളം ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ആദ്യം നോക്കുമ്പോൾ വലിയ പേടിയൊന്നുമില്ല. കാലിൻ്റെ മുട്ടിൻ്റെ അത്രയും വെള്ളം കയറിയിട്ടുള്ള എന്താ പേടിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ മുകളിൽ നിൽക്കുന്നുണ്ട്. ഞാനൊരു കയറിട്ട് കയറി വരാൻ പറഞ്ഞു. നിങ്ങൾ നോക്കുമ്പോൾ എന്തിനാ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെള്ളം മുട്ട് വരെ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? കയറുള്ളൂ, സാറവിടെ നിൽക്ക്, ഞാൻ മെല്ലെ വരാൻ പറഞ്ഞു. വെള്ളം മെല്ലെ കയറുന്നുണ്ട്. പ്രത്യേക ഒരു കുളിരൊക്കെ വരുന്നുണ്ട്. കയറി പോകാൻ തോന്നുന്നില്ല. നല്ല സുഖമുണ്ട്. തണുത്ത വെള്ളമൊക്കെയാണ്. നല്ല സ്വിച്ചിങ്ങനെ ഇരിക്കും. ഞാൻ നിങ്ങളെ വിളിക്കുന്നുണ്ട്, കയറി വന്നോ, ഇനി ചാൻസ് കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. വീണ്ടും വെള്ളം മുകളിലേക്ക് കയറി ഏതാണ്ട് ഇവിടെ വരേക്ക്. അപ്പോഴും ഒരു പ്രത്യേക സുഖം, ഒരു സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇരുന്ന് ഫീൽ. നമ്മുടെ ആവേശത്തിൽ അമ്പാൻ മറ്റേ ലോറീൻ്റെ മുകളിലിരിക്കുന്ന പോലെ ഇങ്ങനെ സ്വിച്ച് നിങ്ങൾ ഇരിക്കുകയാണ്. ഞാൻ വീണ്ടും വിളിക്കുന്നുണ്ട്, നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. അവിടെ സാറോടൊക്കെ ഞാൻ മെല്ലെ വരാൻ പറയും. അങ്ങനെ കയറി നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര നേരം നിങ്ങൾക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റും? ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും, കയറവിടെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്കറിയാം, ഒരു പോയിന്റ് കഴിയുമ്പോൾ കയറും ഉണ്ടാവും, ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ കയറാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല, കാരണം എല്ലാം തീർന്നുണ്ടാവും. ഇത് ലിറ്ററലി എടുക്കണ്ട, ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞതാണ്. ഇനി ഇതിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ, വെള്ളം ഇവിടെ എത്തിയിട്ടില്ല ഭാഗ്യത്തിന്. പക്ഷെ വെള്ളം ഇവിടെയല്ല, വെള്ളം ഏതാണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ക്രിട്ടിക്കൽ സ്റ്റേജിനാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയും നിങ്ങൾ ആ കയർ പിടിച്ച് കയറാൻ ശ്രമിച്ചില്ലെങ്കിൽ പണി പാടും. ഓക്കെ, ഇനി ഇത് നമ്മുടെ ശരിക്കത്തെ കാര്യത്തിലേക്ക് കൊണ്ടുവരാം. മക്കളെ, നിങ്ങൾക്കറിയാം, നമ്മൾ നാളെ ഒരു സ്റ്റഡി ചാലഞ്ച് വെച്ചിട്ടുണ്ട്. ആ സ്റ്റഡി ചാലഞ്ചിൻ്റെ ടൈമും കാര്യങ്ങളും ഇവിടെ എഴുതി വരും. അതിൽ എല്ലാവരും പങ്കെടുക്കണം എന്നൊക്കെ നമ്മൾ നിർബന്ധിക്കുകയാണ്. വരണം, ലൈക്ക് ചെയ്യണം എന്നൊക്കെയാണ് പറയുക. ഇനി ഞാൻ റിക്വസ്റ്റാണ് ചെയ്യുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ നാളത്തെ ലൈവിൽ വരാതിരിക്കരുത്. എന്തായാലും വരണം. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂട്ടി വരണം. ഇതിന് കാരണം എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വരെ വെള്ളത്തിയിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കുറേ സ്റ്റഡി ചാലഞ്ചൊക്കെ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടാവും. അതിൽ പല ചാലഞ്ചിലും നിങ്ങൾ ലൈവിലൊക്കെ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ അവസാനം കമൻറ്റ് ഇട്ടിട്ടായിരിക്കും പോയത് സ്റ്റഡി ചാലഞ്ച് അക്സെപ്റ്റഡ് എന്ന്. പക്ഷെ അത് തീർത്തിട്ടുണ്ടോ? നിങ്ങൾ തീർക്കാത്തവർ എത്ര പേരുണ്ട്? ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യാം. എനിക്ക് ഉറപ്പാണ് 90% കുട്ടികളും അതിന് ചലഞ്ച് എക്സ്പെക്ട് ചെയ്തു, പക്ഷെ തീർക്കാൻ പറ്റില്ല. ഇത് വളരെ നാച്ചുറലായ ഒരു കാര്യമാണ്. ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല. കാരണം വളരെ എളുപ്പമാണ് സ്റ്റഡി ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയാനും പിന്നെ ഓളത്തിലൊക്കെ പങ്കെടുക്കാനും ഭയങ്കര എളുപ്പമാണ്. പക്ഷേ അത് ആക്ച്വലി തീർക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ ചാപ്റ്റർ പഠിക്കണം, ലൈവുകളിൽ വന്ന് ഇരിക്കണം, ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ പലർക്കും എന്താണ് തീർക്കാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇതുവരെ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം സുഖിച്ചിരിക്കുകയായിരുന്നു. ഇനി അങ്ങോട്ട് അങ്ങനെയല്ല. ഇനി അങ്ങോട്ട് വെള്ളം ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ അർത്ഥം ക്രിസ്മസ് എക്സാം നീ ഒരാഴ്ച ബാക്കിയുള്ളൂ. ആ ഒരാഴ്ച നിങ്ങൾ പഠിക്കുന്നില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തായാലും ക്രിസ്മസ് എക്സാമിൻ്റെ ദിവസങ്ങളിലും പഠനം അവസ്ഥയായിരിക്കും. കാരണം നിങ്ങൾക്കറിയാം പഠിച്ചിട്ട് വലിയ കാര്യമില്ല. പിന്നെ ആകെ ജാനുവരി ഫെബ്രുവരി സമയമുള്ളൂ. ആ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ പഠിക്കുന്നില്ല എങ്കിൽ ജാനുവരി ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ 2 മാസം കൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടി വരും? ഫസ്റ്റ് മുതൽ പഠിക്കേണ്ടി വരും, ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് പഠിക്കേണ്ടി വരും, അതിനുശേഷം സ്കൂളിൽ എടുക്കുന്ന ചാപ്റ്റർ പഠിക്കേണ്ടി വരും. ഇതുകൂടാതെ എല്ലാം കൂടി റിവൈസ് ചെയ്യേണ്ടി വരും. നല്ല മാർക്ക് കിട്ടണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ 2 മാസം കൊണ്ട് ചെയ്യുമോ? നിങ്ങൾക്ക് ചെയ്യുന്ന അത്ര ഉറപ്പാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല, നിങ്ങൾ നാളത്തെ ലൈവിൽ വരേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ പറയുകയാണ്, പല കുട്ടികളും ഇങ്ങനെ വിചാരിക്കും ചെയ്യാൻ പറ്റും, പക്ഷേ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇനിയും നിങ്ങൾ ലേറ്റ് അല്ല. വെള്ളം ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇനിയും നിങ്ങൾ ആ കയറ് പിടിച്ച് കയറാൻ റെഡിയാണെങ്കിൽ, ഞാൻ മാത്രമല്ല എക്സാമിനറിൻ്റെ കംപ്ലീറ്റ് ടീം നിങ്ങളെ ഫുൾ പവറിൽ വലിച്ച് കയറ്റാൻ വേണ്ടി ഞങ്ങൾ എല്ലാ രീതിയിലും ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾ റെഡിയാണെങ്കിൽ നമ്മളെ വലിച്ച് മുകളിൽ കയറുകയും ചെയ്യും. അപ്പോൾ നാളത്തെ സ്റ്റഡി ചാലഞ്ചിൽ ഒരു സംശയമില്ലാതെ മക്കളെ ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ്, ഒരു സംശയമില്ലാണ്ട് ചാടിക്കയറി വന്നോളൂ. ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ ചാടിക്കയറി വന്നോളൂ. നിങ്ങൾക്കുള്ള സൊല്യൂഷൻ അവിടെ ഉണ്ടാവും. ഈ ക്രിസ്മസ് എക്സാം മാത്രമല്ല, അതിനുശേഷമുള്ള പബ്ലിക് എക്സാമിന് അടിപൊളി മാർക്ക് നേടാനുള്ള എല്ലാ കാര്യങ്ങളും ആ നാളത്തെ ലൈവിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഒരു കാരണവശാലും നിങ്ങളത് മിസ് ചെയ്യരുത്. വീണ്ടും ഒരു റിക്വസ്റ്റാണ്, ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കയറി ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനെ അറിയിക്കുക. ലൈവിൽ നമുക്ക് കാണാം, ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ സംസാരിക്കാം.